നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഗൂഗിൾ ക്രോമിലൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സെർച്ച് ഹിസ്റ്ററി നമുക്ക് എല്ലാവർക്കും എടുക്കാൻ സാധിക്കും. ആർക്ക് വേണമെങ്കിലും നമ്മൾ ഗൂഗിളിൽ എന്താണ് ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്ന് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ഗൂഗിളിൻ്റെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ ഓപ്പൺ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ നമുക്ക് ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്ത് നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റ് സന്ദർശിക്കാറുണ്ടെന്ന് അവർക്ക് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്ത് അതുപോലെ തന്നെ യൂട്യൂബിനകത്തൊക്കെ നമുക്ക് ന്യൂ ഇൻകഗ്നേറ്റോ ടാബ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഓപ്പൺ ആകുക. ഇവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല. അതായത് സെർച്ച് ഹിസ്റ്ററിയിൽ അത് കാണാൻ സാധിക്കില്ല എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല രഹസ്യമായിട്ടുള്ള സൈറ്റുകളിലൊക്കെ അശ്ലീലപരമായിട്ടുള്ള സൈറ്റുകളിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന ആളുകൾ പ്രധാനമായിട്ടും ഈ ഇൻകഗ്നേറ്റോ ടാബ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ട് സൈറ്റുകൾ ഓപ്പൺ ചെയ്ത് കയറാറുണ്ട്. പക്ഷേ നമുക്ക് ഈ ഇൻകഗ്നേറ്റോ ടാബ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്താലും അതിനകത്തുനിന്ന് നിങ്ങളുടെ ഹിസ്റ്ററി കണ്ടെത്താൻ സാധിക്കും. ഇത് പലർക്കും അറിയില്ല. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ അത്തരത്തിൽ ഇൻകഗ്നേറ്റോ ടാബ് ഉപയോഗിച്ച് നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററികൾ കൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് സാധിക്കുക എന്നാണ് ചെറിയ ട്രിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഹിസ്റ്ററി എങ്ങനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജികളൊക്കെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഗൂഗിൾ ക്രോം തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മുടെ സെർച്ച് ബാറിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ക്രോം എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2 ഡോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ശേഷം 2 ചെരിഞ്ഞ വര, അതായത് സ്ലാഷ് എന്ന് പറയും, അതിട്ട് കൊടുക്കുക. 2 സ്ലാഷ് ഇട്ട ശേഷം നെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു ഹൈഫൺ ഇൻറ്റേർണൽസ് എന്ന് ടൈപ്പ് ചെയ്യുക. സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ശേഷം ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കുക. ശേഷം ഒരു ഹാഷ് ഇട്ടതിന് ശേഷം DNS എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഗൂഗിളിലൂടെ സെർച്ച് ചെയ്യുന്നതല്ലാത്ത സാധാരണ നമ്മൾ ഇൻകഗ്നേറ്റോ മോഡ് ഉപയോഗിച്ച് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെയാണ് കാണാൻ സാധിക്കുക. ഇത് നമുക്ക് ക്ലിയർ ചെയ്ത് കളയുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് ക്ലിയർ ഹോസ്റ്റ് ക്യാഷ് എന്നുള്ള ഒരു ഓപ്ഷൻ താഴെ ഭാഗത്ത് കാണും. ഈ ക്ലിയർ ഹോസ്റ്റ് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അനുഭവപ്പെടില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഇതുവരെ ഇൻകഗ്നേറ്റോ മോഡ് ഉപയോഗിച്ച് എന്ത് രഹസ്യമായിട്ടുള്ള സൈറ്റുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും. ഇത് വളരെ യൂസ്ഫുള്ളാണ്. അറിഞ്ഞിരിക്കേണ്ട സെറ്റിംഗ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.